എന്നും വൈകി എണീക്കുന്ന ഞാൻ നേരത്തെ എണീറ്റ് ബസ് കാത്തു നിൽക്കുന്ന ദൃശ്യമാണിത്. കാരണം എന്താണെന്നല്ലേ? നമ്മൾ മുത്തപ്പനെ കാണാൻ പോവുകയാണ്. സോ ഇതിനായി നമ്മൾ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലോട്ട് വന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കലാണ്. സോ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുത്തു. എന്റെ ഒപ്പം ഒരാൾ കൂടെ ഉണ്ട്, ഈ യാത്രയുടെ മാസ്റ്റർ ബ്രെയിൻ മിസ്റ്റർ രാകേഷ്. രാവിലെ 7:45 മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഞങ്ങൾ പോകുന്നത്. ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലോട്ട് ഒരാൾക്ക് 90 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ചെറുതായൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും കോഴിക്കോട് എത്തി. പിന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഡോർ സൈഡ് വന്ന് നിന്നു. കടലിന്റെ ഭാഗത്താണെന്ന് തോന്നുന്നു, അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കണ്ണൂർ എത്തി ഗൈസ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മുൻപോട്ടേ വന്നു. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നാൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്താം. രാവിലെ നമ്മളൊന്നും കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് ഹോട്ടലിൽ കയറി ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. സ്റ്റാൻഡിലോട്ട് ചെന്നപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ബസ് അവിടെ കിടക്കുന്നുണ്ട്. പറശ്ശിനിക്കടവിലേക്ക് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ വിസ്മയ പാർക്കും പിന്നിട്ട് ഞങ്ങൾ പറശ്ശിനിക്കടവ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നാണ് മുത്തപ്പന്റെ അമ്പലത്തിലോട്ടുള്ള വഴി ആരംഭിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെയാണ് പറശ്ശിനിക്കടവ് UP സ്കൂൾ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോർഡ് കാണാം. അവിടെ നിന്നും നമ്മൾ കുറെ പടികൾ ഇറങ്ങി ചെല്ലണം. ഹായ്, 2 ശ്വാനന്മാർ സുഖമായി ഉറങ്ങുകയാണ്. പിന്നെ എല്ലായിടത്തെയും പോലെ കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അവസാനം ഞങ്ങൾ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. നമ്മൾ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് മെയിൻ അമ്പലത്തിലോട്ടുള്ള കവാടം. എല്ലാവരും കാല് കഴുകുന്നത് കണ്ടപ്പോൾ നമ്മളും ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി. ഇതാണ് പ്രസാദം, പയറും തേങ്ങാക്കൊത്തും. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങി. പിന്നെ കുറച്ച് സ്വീറ്റ്സും മേടിച്ചു. പോന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചതിലും വൈകി. സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ കുറച്ച് മോരുവെള്ളം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ തിരിച്ച് കണ്ണൂരിലോട്ട്. പക്ഷെ ഫുഡ് കഴിക്കാൻ കയറിയത് ഒരു 8ന്റെ പണിയായി. ടൈം കഴിയപ്പോൾ നമ്മൾ ഓടിക്കയറിയത് വലിയ റെസ്റ്റോറന്റിലാ. 2 ബിരിയാണി കഴിച്ച് ബില്ല് വന്നപ്പോൾ 546 രൂപ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ക്യാഷ് കൊടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അടുത്ത പണി. ഇത്രയും മനുഷ്യർ നമ്മുടെ ബോഗി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അവസാനം കുത്തി തിരക്കി ഒരു വിധത്തിൽ പട്ടാമ്പി എത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ബൈ.